Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics model analysis, applications of model testing, geometric similarity, kinematic similarity, and dynamic similarity. First one, model analysis. For predicting the performance of hydraulic structures such as dams, spillways, etc., or hydraulic machines such as turbines, pumps, etc., before actually constructing or manufacturing, models of the structures or machines are made and tests are performed on them to obtain the desired information. അതായത് ഡാംസ് ഒക്കെ പോലെയുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ടർബൈൻസ്, പമ്പ്സ്, കംപ്രസേഴ്സ് പോലെയുള്ള ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ്, അതിൻ്റെയൊക്കെ പെർഫോമൻസ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം. പക്ഷേ ഇതേപോലെ ഈ സ്ട്രക്ചേഴ്സും മെഷീൻസൊക്കെ ആക്ച്വൽ സൈസിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. അതേപോലെ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസും ഉണ്ട്. അത്തരം കേസിൽ എന്ത് ചെയ്യും? ഈ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് മെഷീൻസിൻ്റെ മോഡൽസ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യും. മോഡൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ആക്ച്വൽ സൈസ്ഡ് സ്ട്രക്ചറിൻ്റെ ഒരു സ്കെയിൽഡ് വേർഷനാണ് മോഡൽ എന്ന് പറയുന്നത്. ആ മോഡൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അവിടെ കിട്ടുന്ന റിസൾട്ടിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആക്ച്വൽ ഫുൾ സൈസ്ഡ് സ്ട്രക്ചറിൻ്റെ പെർഫോമൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മോഡൽ അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന രണ്ട് ടേംസാണ് മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. എന്താണ് മോഡൽ, എന്താണ് പ്രോട്ടോടൈപ്പ് എന്ന് നോക്കാം. ദ മോഡൽ ഈസ് ദി സ്മോൾ സ്കെയിൽ റിപ്ലിക്ക ഓഫ് ദി ആക്ച്വൽ സ്ട്രക്ചർ ഓർ മെഷീൻ. ദ ആക്ച്വൽ സ്ട്രക്ചർ ഓർ മെഷീൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ആ ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള ആക്ച്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മെഷീൻ, അതിനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പും മോഡലും മനസ്സിലാവും. ഇതാണ് പ്രോട്ടോടൈപ്പ്. ഓട്ടോമൊബൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്കെയിൽഡ് വേർഷൻ, അതിനാണ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ആക്ച്വലി വേണ്ടുന്നത് പ്രോട്ടോടൈപ്പ്. ഇതിൻ്റെ പെർഫോമൻസാണ് എനിക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് ചെയ്യുന്നത്? ഈ ഫുൾ സൈസ്ഡ് ആയിട്ടുള്ള ഈ പ്രോട്ടോടൈപ്പ് മാനുഫാക്ചർ ചെയ്തിട്ട് അതിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ആ കേസിൽ എന്ത് ചെയ്യും? അതിൻ്റെ മോഡൽ, ഒരു സ്കെയിൽഡ് വേർഷനാണ് മോഡൽ എന്ന് പറയുന്നത്. അത് മാനുഫാക്ചർ ആയിട്ട് ഇതിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. ഇവിടെ കിട്ടുന്ന റിസൾട്ടിന് ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാനാവും. അതാണ് മോഡൽ അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, ആ സ്കെയിൽഡ് വേർഷൻ ഓഫ് പ്രോട്ടോടൈപ്പാണ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡൽ എപ്പോഴും പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും ചെറുതാവണമെന്നില്ല. മോഡൽ പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും വലുതുമാവാം. ഓക്കെ, ആ ഡിപ്പെൻസ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് മോഡൽ ഷുഡ് ബി സ്മോളർ ദാൻ പ്രോട്ടോടൈപ്പ്. ദേ മേ ബി ലാർജർ ദാൻ പ്രോട്ടോടൈപ്പ്. ഓൾറെഡി പറഞ്ഞ തന്നെയാണ്, ഈ മോഡൽ എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ കേസിലും പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും ചെറുതായിരിക്കും. ഫോർ എക്സാമ്പിൾ, എയർക്രാഫ്റ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത്, എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ബിഗ് സൈസ്ഡ് സ്ട്രക്ചറാണ്, കമ്പോണൻ്റാണ്. ഓക്കെ, അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ചെറിയ സൈസായിരിക്കും. അതിനെ വിൻഡ് ടണലിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ടാണ് ആ പ്രോട്ടോടൈപ്പിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ സിറ്റുവേഷൻസ് വരാം. ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസുള്ളതാണ്. ഓക്കെ, അത്രയും ചെറിയ സൈസിലെ ആ കമ്പോണൻറ്റിന് ലബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ആ കേസിൽ നമ്മളെ മോഡൽ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും വലുതാക്കി എടുക്കും. വലിയ സൈസിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ആണ് പറഞ്ഞത്. മെജോറിറ്റി ഓഫ് ദ സിറ്റുവേഷൻ എന്തായിരിക്കും? മോഡൽ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിനെക്കാട്ടിയും ചെറുതായിരിക്കും. The study of models of actual structure or machine is called model analysis. ഈ മോഡൽ പ്രോട്ടോടൈപ്പിൻ്റെ സ്കെയിൽഡ് വേർഷനാണ് മോഡൽ എന്ന് പറയുന്നത്. അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് മോഡൽ അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മോഡൽ അനാലിസിസ് ഈസ് ആക്ച്വലി an experimental method of finding solution of complex flow problems. The applications of model testing.
Model studies are valuable tools of obtaining better understanding of a particular flow situation. The understanding aids towards proper design and planning of prototype. ഈ മോഡൽ അനാലിസിസ് നടക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോട്ടോടൈപ്പ് ആ ഫുൾ സൈസ്ഡ് സ്ട്രക്ചറിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ മോഡൽ അനാലിസിസ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വേരിയസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അതിൻ്റെ യൂസസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, നാവൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മോഡൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സിമിലിറ്റ്യൂഡ്, ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ്. Similitude is defined as the similarity between model and its prototype. It means that model and prototype have similar properties, or model and prototype are completely similar. The result obtained from experiments on model can be applied to prototype only if a complete similarity exists between model and prototype. Already പറഞ്ഞു കഴിഞ്ഞു, മോഡലിലാണ് നമ്മൾ ആക്ച്വലി എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ലബോറട്ടറിയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് മോഡലിലാണ്. അവിടെ കിട്ടുന്ന റിസൾട്ടാണ് പ്രോട്ടോടൈപ്പിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മോഡൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അവിടുത്തോട്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രോട്ടോടൈപ്പിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെ ഇടയ്ക്ക് സിമിലാരിറ്റി വേണം. ഓക്കെ, ആ സിമിലാരിറ്റിയാണ് സിമിലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പിൻ്റെയും മോഡലിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മോഡലിൽ കിട്ടുന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ്? ജിയോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി ആൻഡ് ഡൈനാമിക് സിമിലാരിറ്റി. ഈ മോഡലിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് വൺ സെറ്റ് ഓഫ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ആക്ച്വൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാകുന്നത് വർക്ക് ചെയ്യുന്നത് വേറെ സെറ്റ് ഓഫ് കണ്ടീഷനിലായിരിക്കും. പക്ഷേ നമുക്ക് ഈ സിമിലാരിറ്റി, ഈ 3 ടൈപ്പിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും വേണ്ടി പറ്റും, ഈ ആ മോഡലിൽ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് പ്രോട്ടോടൈപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 3 ടൈപ്പ് സിമിലാരിറ്റി മാത്രം ഉണ്ടായാൽ പോരാ, ഒരു കാര്യം കൂടെ വേണം, ഫിസിക്സ് ഓഫ് ദി പ്രോബ്ലം ഷുഡ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് ക്ലാസ്സിൻ്റെ അവസാനം പറയും. ആദ്യം ഈ 3 സിമിലാരിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജിയോമെട്രിക് സിമിലാരിറ്റി. Geometric similarity refers to similarity of shape or form. Geometric similarity എന്ന് വെച്ചാൽ ജസ്റ്റ് വേർഡ് മീനിങ് തന്നെയാണ്. ഷേപ്പിലുള്ള സിമിലാരിറ്റിയാണ് ജിയോമെട്രിക് സിമിലാരിറ്റി എന്ന് പറയുന്നത്. The geometrically similar system may differ in size, but they are identical in shape. ഇതിൻ്റെ മീനിങ് എന്താ? ജിയോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള സിസ്റ്റം, അതിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ ഷേപ്പ് സെയിം ആയിരിക്കും. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം കാറിൻ്റെ പ്രോട്ടോടൈപ്പും മോഡലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ലാർജ് സൈസ്ഡാണ്, മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിൽഡ് സ്മോൾ വേർഷനാണ്. ഇത് രണ്ടും നോക്കിയാൽ എന്താ മനസ്സിലാവുന്നത്? ഡിഫറൻസ് ഇൻ സൈസ് ഉണ്ട്. ഇതിന് സൈസ് കൂടുതലാണ്, ഇതിന് സൈസ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ജിയോമെട്രിക്കലി സിമിലർ സിസ്റ്റം എന്ന സമയത്ത് സൈസ് ഡിഫറൻ്റ് ആവുക, പക്ഷേ ഷേപ്പ് എന്താണ്? സെയിം ആണ്. The geometric similarity is said to exist between model and its prototype if the ratio of all the corresponding linear dimensions of the model and prototype is same. Linear dimensions, അതിൻ്റെ റേഷ്യോ, ഡിഫറെൻറ്റ് ലീനിയർ ഡയമെൻഷൻസിൻ്റെ റേഷ്യോ സെയിം ആണെങ്കിലാണ് ജിയോമെട്രിക് സിമിലാരിറ്റി ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് മനസ്സിലാവും. ലെറ്റ് LM ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് മോഡൽ. ഇതാണ് മോഡൽ, ഇതാണ് പ്രോട്ടോടൈപ്പ്. ഓക്കെ, അതിൻ്റെ വേരിയസ് വാല്യൂസ്, മോഡലിൻ്റെ വേരിയസ് വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? ലെങ്ത്ത് LM ആണ്, ബ്രെഡ്ത്ത് BM ആണ്, ഹൈറ്റ് HM ആണ്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സർക്കുലർ ക്രോസ് സെക്ഷനൊക്കെ വരുന്നെങ്കിൽ എന്ത് വരും? ഡയമീറ്റർ വരും. അതുപോലെ AM എന്ന് വെച്ചാൽ ഏരിയ ഓഫ് മോഡൽ, VM എന്ന് വെച്ചാൽ വോളിയം ഓഫ് മോഡൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോട്ടോടൈപ്പിൽ വരുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? LP, BP, HP, DP, AP, VP. മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? ഫോർ ജിയോമെട്രിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് എന്ത് വേണം? ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് മോഡൽ.
ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് മോഡൽ ഈസ് ഈക്വൽ ടു LR. ഡയമീറ്റർ എഴുതുന്നുണ്ടെങ്കിൽ അതും കൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു LR. LR എന്ന് വെച്ചാൽ സ്കെയിൽ റേഷ്യോ. ഇതാണ് ജോമെട്രിക് സിമിലാരിറ്റി കിട്ടാനുള്ള ജനറൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഇതിപ്പം പ്രോട്ടോടൈപ്പ്, ഇവിടെ മോഡലും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 10 മീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 6 മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ. ഓക്കെ, 10, 6, 2 ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡൽ ഞാൻ ലെങ്ത്ത് എടുക്കുന്ന, ഇവിടെ ഞാനിപ്പോൾ 10 മീറ്റർ എടുത്തിരിക്കുന്നത്, ഇവിടെ ലെങ്ത്ത് ഞാൻ 5 മീറ്റർ ആക്കി. അങ്ങനെ ആവുന്ന സമയത്ത് ബ്രെഡ്ത്ത് എത്ര ആയിരിക്കണം? ഇവിടെ ഞാൻ നേരെ ഡിവൈഡ് ബൈ 2 ആണ് എടുത്തിരിക്കുന്നത്. 10 ഡിവൈഡ് ബൈ 2 ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 10, ഇവിടെ 5. അങ്ങനെ ആകുമ്പം ഞാൻ ബ്രെഡ്ത്ത് എടുത്തിരിക്കുന്നത് 6 മീറ്റർ ആണ് എടുത്തിരുന്നത്. അങ്ങനെ ഇവിടെ ബ്രെഡ്ത്ത്, മോഡലിലെ ബ്രെഡ്ത്ത് എത്ര വേണം? 6 ഡിവൈഡ് ബൈ 2 എന്ത് വേണം? ഇവിടെ 3 മീറ്റർ വരും. ഹൈറ്റ് എത്ര വരും? ഇവിടെ ഞാൻ ഹൈറ്റ് എടുത്തിരിക്കുന്നത് 2 മീറ്റർ ആയിരുന്നു. ഇവിടെ എത്ര വരും? 1 മീറ്റർ. മീൻസ് എല്ലാ ലീനിയർ ഡയമെൻഷൻസിനും സെയിം റിഡക്ഷനാണ് വരുന്നത്. അങ്ങനെയാവുന്ന സമയത്താണ് ജോമെട്രിക്കലി സിമിലർ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ ലെങ്ത്ത് ഞാൻ നേരെ പകുതി എടുത്തു, ബ്രെഡ്ത്ത് നേരെ 1/3 എടുക്കാൻ വേണ്ടി പാടില്ല. അതാണ് പറയുന്നത്. എല്ലാ ലീനിയർ ഡയമെൻഷൻസിനും സെയിം റിഡക്ഷൻ. ഒന്നിക്കൽ ഹാഫ് ആണ് ഹാഫ്, അല്ലെങ്കിൽ 1/3 ആണ് 1/3. ഓക്കെ, അത്തരം കേസിൽ എന്താണ് ജോമെട്രിക്കലി സിമിലർ സിസ്റ്റം എന്ന് പറയും. ഇത് ജനറലായിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. ഞാനിവിടെ നേരെ പകുതിയാണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് മോഡൽ. ഓക്കെ, ഇവിടെ 10 ആയിരുന്നു, ഇവിടെ 5 വരും. 10/5 2 എന്ന് വരും. LRൻ്റെ വാല്യൂ 2 വരും. അത് എല്ലാ ലീനിയർ ഡയമെൻഷൻസിനും സെയിം ആയിട്ട് റിഡക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഏരിയ സ്കെയിൽ റേഷ്യോ. അന്നേരം അങ്ങനെ വരും. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് പ്രോട്ടോടൈപ്പ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് മോഡൽ നമുക്ക് ഈ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തെ റേഷ്യോ എന്തായി? LR ആയി. രണ്ടാമത്തെ റേഷ്യോയും LR ആണ്. LR ഇൻറ്റു LR എന്ന് വെച്ചാൽ LR². സിമിലർലി വോളിയത്തിന് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? വോളിയം സ്കെയിൽ റേഷ്യോ കണ്ടുപിടിച്ചാൽ LR³. അടുത്തത് കൈനമാറ്റിക് സിമിലാരിറ്റി. കൈനമാറ്റിക് സിമിലാരിറ്റി മീൻസ് സിമിലാരിറ്റി ഓഫ് മോഷൻ ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെ ഇടയ്ക്കുള്ള മോഷൻ്റെ സിമിലാരിറ്റി, അതാണ് കൈനമാറ്റിക് സിമിലാരിറ്റി എന്ന് പറയുന്നത്. സിമിലർ മോഷൻ പാറ്റേൺസ് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. Thus, kinematic similarity is said to exist between model and prototype if the ratio of velocity and acceleration at the corresponding points in the model and at the corresponding points in the prototype are same. അത് വെലോസിറ്റിയുടെ റേഷ്യോ, കറസ്പോണ്ടിങ് പോയിൻറ്റ്സിലെ വെലോസിറ്റിയുടെ റേഷ്യോ മോഡലിലും പ്രോട്ടോടൈപ്പിലും സെയിം ആയിരിക്കണം. അതേപോലെ ആക്സിലറേഷൻ്റെ റേഷ്യോ സെയിം ആണെങ്കിലാണ് കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാം. എൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. സിൻസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്, hence not only the ratio of magnitude of velocity and acceleration at the corresponding points in the model and prototype should be same, but the direction of velocity and acceleration at the corresponding points in the model and prototype also should be same. ഈ വെലോസിറ്റി ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. മീൻസ് മാഗ്നിറ്റ്യൂഡ് മാത്രം ഇവിടെ സ്പെസിഫൈ ചെയ്താൽ പോരാ, ഡയറക്ഷൻസും വേണം. അതായത് കൈനമാറ്റിക് സിമിലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് direction of velocity and acceleration in the prototype and model should be same at the corresponding points ആണ് പറയുന്നത്. മാത്തമാറ്റിക്കലി അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്, ഇവിടെ മോഡലും ഉണ്ട്. ഇപ്പം പ്രോട്ടോടൈപ്പിൽ ഞാൻ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 ആണ് ഇവിടെ മോഡൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോടൈപ്പിൽ ഞാൻ ഇവിടെ 2 ഇവിടെയാണ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് 2 മോഡലിന് സെലക്ട് ചെയ്യണം. ഓക്കെ, കറസ്പോണ്ടിങ് പോയിൻ്റ് എന്താണ് ഫിഗർ എന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഇവിടെ 1 സെലക്ട് ചെയ്തിട്ട് മോഡലിൽ ഇവിടെ 1 എടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ്. ഓക്കെ, എൻ്റെ നൊട്ടേഷൻസ് VP1, ഈ 1 എന്ന് വെച്ചത് ഇതാണ് പ്രോട്ടോടൈപ്പാണ്. P1 ഡിനോട്ട് ചെയ്യുന്നത്. VP1 എന്ന് വെച്ചാൽ ഈ പോയിന്റിലെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് പോയിന്റ് 1 ഇൻ പ്രോട്ടോടൈപ്പ്. VP2 എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല വെലോസിറ്റി. അതേപോലെ ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് AP1 ആണ്, ഇവിടെയുള്ള ആക്സിലറേഷൻ AP2. ഇനി മോഡലിലെ കറസ്പോണ്ടിങ് വാല്യൂസ് VM1, VM2, AM1, AM2.
കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? Vp1/v1 Vm1 velocity at point 1 in prototype divided by velocity at point 1 in model. Okay, that is equal to Vp2/Vm2. അങ്ങനെ ആവുന്ന സമയത്താണ് കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നത്. വി ആർ എന്ന് വെച്ചാൽ വെലോസിറ്റി റേഷ്യോ. അതേപോലെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ പറയാം? AP1/AM1 ഈസ് ഈക്വൽ ടു AP2/AM2. സിമിലർ കറസ്പോണ്ടിങ് പോയിൻറ്റ്സിലെ ആക്സിലറേഷൻ്റെ റേഷ്യോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം ആയിരിക്കണം, ഫിക്സഡ് വാല്യൂ ആയിട്ട് ആയിരിക്കണം AR, അതായത് ആക്സിലറേഷൻ റേഷ്യോ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുക. ഇത് മാത്രം പോരാ, എന്തും കൂടെ ആവണം, ഡയറക്ഷൻസ് സെയിം ആയിരിക്കണം. The kinematic similarity gives similarity in streamline pattern. So, geometric similarity is a prerequisite for kinematic similarity. Okay, streamlines-ന്റെ ടേംസിലും കൂടെ കൈനമാറ്റിക് സിമിലാരിറ്റി പറയാം. ഓൾറെഡി സിമിലാരിറ്റി ഇൻ മോഷൻ പറഞ്ഞു, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും പറഞ്ഞു. അല്ലെങ്കിൽ കൈനമാറ്റിക് സിമിലാരിറ്റി നമുക്ക് വേറൊരു തരത്തിൽ അങ്ങനെ പറയാം, സിമിലാരിറ്റി ഇൻ സ്ട്രീംലൈൻ പാറ്റേൺ. സെയിം മോഷൻ മീൻസ് എന്താണ്? ജോമെട്രിക്കലി സിമിലർ സ്ട്രീം ലൈൻസ് ആയിരിക്കും. അല്ലെങ്കിൽ കൈനമാറ്റിക് സിമിലാരിറ്റിനെ എങ്ങനെ പറയാം? സിമിലാരിറ്റി ഇൻ, അതായത് കൈനമാറ്റിക് സിമിലാരിറ്റീനെ സ്ട്രീം ലൈൻസിൻ്റെ ടേംസിൽ നമുക്ക് പറയാം. പ്രോട്ടോടൈപ്പിലും മോഡലിലും സ്ട്രീം ലൈൻസിൻ്റെ ജോമെട്രി അതിൽ സിമിലാരിറ്റി വേണം. മീൻസ് സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് അടുത്ത ഫ്ലോ വിഷ്വലൈസേഷനാണ്. വെലോസിറ്റി വെക്ടറിനെയാണ് ആക്ച്വലി സ്ട്രീം ലൈൻസ് കാണുന്നത്. പ്രോട്ടോടൈപ്പിലും മോഡലിലും സെയിം ജോമെട്രി ഓഫ് സ്ട്രീം ലൈൻസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രീം ലൈൻസിൻ്റെ ജോമെട്രി, അതേപോലെ മോഡലിലെ സ്ട്രീം ലൈൻസിൻ്റെ ജോമെട്രി, അത് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ട്? കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ആ സ്ട്രീം ലൈൻസിൽ തമ്മിൽ ജോമെട്രിക് സിമിലാരിറ്റി വേണമെങ്കിൽ എന്ത് വേണം? അവിടെ കമ്പോണൻസ് പ്രോട്ടോടൈപ്പും മോഡലും തമ്മിൽ ജോമെട്രിക് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സെയിം സ്ട്രീം ലൈൻ പാറ്റേൺ അവിടെ കിട്ടുള്ളൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. അടുത്തത് ഡയനാമിക് സിമിലാരിറ്റി. ഡയനാമിക് സിമിലാരിറ്റി മീൻസ് സിമിലാരിറ്റി ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. മോഡലും പ്രോട്ടോടൈപ്പിലും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ സിമിലാരിറ്റിയാണ് ഡയനാമിക് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ദസ് ഡയനാമിക് similarity is said to exist between model and prototype if the ratio of corresponding forces acting at the corresponding points in model and prototype are same. എപ്പോഴാണ് നമ്മൾ ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുക? കറസ്പോണ്ടിങ് ഫോഴ്സസ് ചിലപ്പം ഇനർഷ്യ ഫോഴ്സ് ആവാം, വിസ്കസ് ഫോഴ്സ് ആവാം, ഗ്രാവിറ്റി ഫോഴ്സ് ആവാം, സർഫസ് ടെൻഷൻ ഫോഴ്സ് ആവാം. അതിൽ കറസ്പോണ്ടിങ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഇൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. ആ ഫോഴ്സസിൻ്റെ റേഷ്യോ, കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ റേഷ്യോ സെയിം ആവുന്ന സമയത്താണ് ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുക. ഓക്കെ, എൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. ഫോഴ്സിൻ്റെ കേസിൽ എന്ത് വേണം? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഡയറക്ഷൻസും വേണം. ഇപ്പോൾ 3 ഫോഴ്സസ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനേർഷ്യ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്. ലെറ്റ് FIP is equal to inertia force at a point in prototype. FVP വിസ്കസ് ഫോഴ്സ് പ്രോട്ടോടൈപ്പിലാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ. അതേപോലെ FGP ഗ്രാവിറ്റി ഫോഴ്സ് പ്രോട്ടോടൈപ്പിൽ ഏതെങ്കിലും ഒരു പോയിന്റ്. ഇനി FIM, FVM ആൻഡ് FGM ആർ ദി കറസ്പോണ്ടിങ് ഫോഴ്സസ് അറ്റ് ദി കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇൻ ദ മോഡൽ. ഓക്കെ, കറസ്പോണ്ടിങ് പോയിന്റ്സ് എങ്ങനെ എടുക്കുന്നത് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ് പറയുന്നത്? F inertia force in prototype divided by inertia force in model is equal to viscous force in prototype divided by viscous force in model is equal to gravity force in prototype divided by gravity force in model is equal to FR. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാൻ വേണ്ടി പറ്റും. ഈ ആദ്യത്തെ 2 ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഇനർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. അങ്ങനെ ആ സമയത്ത് ഈ ഒരു ക്രൈറ്റീരിയ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ ഒന്ന് മോഡിഫൈഡ് ചെയ്താൻ വേണ്ടി പറ്റും? ഈ ഒരു ടേമിനെ ഞാൻ ഇവിടത്തോട്ട് കൊണ്ടുപോയി ഈ ഒരു ടേമിനെ താഴോട്ട് കൊണ്ടുവരുന്നു. അന്നേരം എന്താ ലെഫ്റ്റ് സൈഡിൽ ഒന്നുണ്ടാവും? ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ഇൻ പ്രോട്ടോടൈപ്പ്. ഇവിടെയാണെങ്കിൽ ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്നാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ഇൻ മോഡൽ.
ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പറാണ്. അതായത് റെയ്നോൾഡ്സ് നമ്പർ ഇൻ പ്രോട്ടോടൈപ്പ് ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഇൻ മോഡൽ. ഓക്കെ, ആ സമയത്ത് എന്ത് വന്നു? അവിടെ ഡൈനാമിക് സിമിലാരിറ്റി വന്നു. ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തതിൽ കിട്ടുന്നതാണ് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ് ഈസ് ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി? അവിടെ ഡൈനാമിക് സിമിലാരിറ്റി വന്നു. എപ്പോഴാണ്? അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ആര് മാത്രമേ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളൂ? ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് മാത്രം ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞു തന്നല്ലോ. ഓൾസോ ദ ഡയറക്ഷൻ ഓഫ് കറസ്പോണ്ടിങ് ഫോഴ്സസ് at the corresponding points in model and prototype should be same. Vector quantity ആയതുകൊണ്ട്. Both geometric and kinematic similarities are prerequisite for dynamic similarity. അതായത് ഡൈനാമിക് സിമിലാരിറ്റി ഉണ്ടാവണമെങ്കിൽ ആരൊക്കെ വേണം? കൈനമാറ്റിക് സിമിലാരിറ്റിയും വേണം, ജിയോമെട്രിക് സിമിലാരിറ്റിയും വേണം. ഓക്കെ, ഇനി നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് വീണ്ടും പറയാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി പറഞ്ഞതാണ്, മോഡലിലാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് പ്രോട്ടോടൈപ്പിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിന് എന്ത് വേണം? ബേസിക്കായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ജിയോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി, അതേപോലെ ഡൈനാമിക് സിമിലാരിറ്റി. ഈ 3 സിമിലാരിറ്റി വേണം. പക്ഷേ ഇത് മാത്രം പോരാ, ഒരു കാര്യം കൂടെ വേണം. ഫിസിക്സ് ഓഫ് ദ പ്രോബ്ലം ഷുഡ് റിമെയിൻ സെയിം. ഓക്കെ, എക്സാമിന് ഇത് ചോദിക്കില്ല. എക്സാമിന് ജസ്റ്റ് ജിയോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി ആൻഡ് ഡൈനാമിക് സിമിലാരിറ്റി അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ്. ഫിസിക്സ് ഓഫ് ദ പ്രോബ്ലം ഷുഡ് റിമെയിൻ സെയിം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു പൈപ്പാണ് ഇത്. ആക്ച്വൽ പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പ് പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 മീറ്ററാണ്. 2 മീറ്റർ ഡയമീറ്ററുള്ള പൈപ്പ് എന്ന് വെച്ചാൽ ലാർജ് സൈസ്ഡ് സ്ട്രക്ചറാണ്. ലബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഒരു മോഡൽ, ഒരു സ്കെയിൽഡ് വെർഷൻ എടുക്കുന്നു. സപ്പോസ് ഞാൻ സെലക്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 0.2 mm. വാല്യൂസ് റാൻഡമായിട്ട് എടുത്തതാണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട്. 0.2 mm മീൻസ് ഒരു നാരോ ഡയമീറ്റർ പൈപ്പിലാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് ഇവിടെ ചെയ്യുന്നത്, ലബോറട്ടറി ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്തിൽ മിസ്റ്റേക്ക് ആണ്. ഒരു നാരോ ഡയമീറ്റർ പൈപ്പിൽ ചെയ്യുന്ന സമയത്ത് ഉള്ള മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു ഇത്രയും നാരോ ഡയമീറ്റർ പൈപ്പിൽ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരും കൂടെ വന്നു? സർഫസ് ടെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കാപ്പിലറി എഫക്റ്റ് ഇവിടെ വന്നു. ഇവിടെ ഒരിക്കലും കാപ്പിലറി എഫക്റ്റ് വരുന്നില്ല. മീൻസ് എന്ത് ചെയ്തു? ഇവിടുന്ന് പ്രോട്ടോടൈപ്പിൽ നിന്ന് മോഡലോട്ട് വരുന്ന സമയത്ത് ആ പ്രോബ്ലത്തിൻ്റെ ഫിസിക്സിന് തന്നെ ഇവിടെ ചേഞ്ച് വന്നു. മീൻസ് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എനിക്ക് ഇവിടത്തോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ഒരു കേസിൽ. ഓക്കെ, ഇവിടെ ഒരു പർട്ടിക്കുലർ റെയ്നോൾഡ്സ് നമ്പർ ഉണ്ടാവും. ഇവിടെ ഞാൻ പ്രോപ്പർട്ടീസൊക്കെ അടിച്ചിട്ട് സെയിം റെയ്നോൾഡ്സ് നമ്പർ ആക്കിയെന്ന് വെച്ചോ, എന്നാൽ ഇവിടെ കാര്യം ഇല്ല. കാരണം ഇവിടെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഫോഴ്സ് മാറി. ഇവിടെ സർഫസ് ടെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കാപ്പിലറി എഫക്റ്റ് ഇവിടെ വന്നു. ഇവിടെ ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ് ആണ് ഇവിടെ മെയിനായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നത്. മീൻസ് ഞാൻ പ്രോട്ടോടൈപ്പിൽ നിന്ന് മോഡലിലോട്ട് വരുന്ന സമയത്ത് പ്രോബ്ലത്തിൻ്റെ ഫിസിക്സിന് ചേഞ്ച് വന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെ ആ ഫിസിക്സിന് ചേഞ്ച് ഇല്ലാതെ നിന്നാൽ മാത്രമേ നമുക്ക് മോഡൽ അനാലിസിസിൻ്റെ റിസൾട്ട് നമുക്ക് പ്രോട്ടോടൈപ്പിലോട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ.